വരെ പഠിച്ചെന്നൊന്ന് പറയാൻ പറ്റുമോ? ക്ലാസ് ടോപ്പിക്സ്. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടി വരെയാന്ന് തോന്നുന്നു നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയോ, അടുത്ത ഒരു ഹെഡിങ് എഴുതിക്കോ. ടു ഷോ എക്സ്പീരിമെന്റ്, ടു ഷോ എക്സ്പീരിമെന്റ്, 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 ടു ഷോ, ടു ഷോ, ടു ഷോ, ടു ഷോ HCl gas is HCl gas is heavier. Sir, muted ആണ്. ഏതാ മോനെ? ഏതാ? ഓക്കെ, അതായത് നമുക്ക് നമ്മൾ എവിടം വരെ പഠിച്ചു? ഫിസിക്കൽ പ്രോപ്പർട്ടി വരെയാണ് ഇത് പഠിച്ചത്. അപ്പൊ നമുക്ക് ഇനിയും പഠിക്കാനുള്ളത് എക്സ്പീരിമെന്റ് ടു ഷോ HCl gas is heavier than air. അതെന്താ സംഭവിക്കുന്ന അറിയോ? അതായത് ഒന്നുമില്ല, എന്താ ഒരു ഡോട്ട് എഴുതുക. ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ്, ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ബൈ pouring the gas in a jar with a burning candle. The candle gets extinguished because HCl gas is heavier than air and occupies the lower portion of the jar and forces air out of the jar. അതായത് ഇവര് ഉദ്ദേശിക്കുന്നത് ഒരു ക്യാൻഡിൽ എടുത്തിട്ട് ഒരു ജാറിനകത്ത് കത്തിച്ചു വെക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് HCl ഗ്യാസ് അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്ന അറിയോ? നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിനകത്ത് വെള്ളമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കംപ്ലീറ്റ്ലി എയർ ആണെന്നർത്ഥം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ, വെള്ളം ഗ്ലാസ്സിനെക്കാളും ഹെവിയർ ആയതുകൊണ്ട്, എയറിനെക്കാട്ടിലും ഹെവിയർ ആയതുകൊണ്ട് ആ വെള്ളം ഒഴിക്കുന്ന ഭാഗത്തെ എയർ ഇങ്ങനെ മണ്ടയ്ക്കോട്ട് അപ്വേർഡ് ഡിസ്പ്ലേസ്മെന്റ് ആവും. എന്നിട്ട് വെള്ളം നിറയ്ക്കുമ്പോൾ അതിനകത്ത് പിന്നെ എന്താ, ഒരു എന്താണ് ഇതുപോലും കാണത്തില്ല. അതേ സെയിം എഫക്റ്റ് തന്നെയാണ് HCl ഗ്യാസ് നിറയ്ക്കുമ്പോൾ. HCl ഗ്യാസ് നിറയ്ക്കാതെ വെക്കുന്ന സമയത്ത് അതിനകത്ത് ഫുൾ എയറാ. HCl നിറയ്ക്കുമ്പോൾ HCl ഏറ്റി അടിയിലത്തെ പോർഷൻ ഒക്കുപ്പൈ ചെയ്യും. അതിനകത്ത് അത്ര എയറും എന്ത് ചെയ്യും, വെളിയിലോട്ട് പോകും. അങ്ങനെ HCl നിറയ്ക്കുന്നതിനനുസരിച്ച് അതിന്റെ എയർ ഫുള്ള് വെളിയിൽ പോകും. നമുക്കറിയാം എയർ ഈസ് നെസസറി ഫോർ കമ്പഷൻ. ഒരു സാധനം കത്തണമെങ്കിൽ എയർ വേണം, എയർ ഇല്ലെങ്കിൽ കത്തത്തില്ല. മനസ്സിലായോ? അപ്പം നമുക്ക് മനസ്സിലായി അതിനകത്ത് എയർ ഫുള്ള് മാറിയിട്ട് അവിടെ HCl വന്നുകൊണ്ടാണ് ആ കത്തിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ എന്ത് ചെയ്തത്, എക്സ്റ്റിങ്ക്വിഷ് ആയി പോയെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പൊ നമുക്ക് മനസ്സിലായി HCl ഈസ് ഹെവിയർ ദാൻ എയർ എന്നുള്ള കാര്യം മനസ്സിലായി. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തേത്, അടുത്ത ഹെഡിങ് എക്സ്പീരിമെന്റ് ടു demonstrate HCl gas is highly soluble in water. ആ എക്സ്പെരിമെന്റ് പേര് ഫൗണ്ടൻ എക്സ്പെരിമെന്റ് എന്നാണ്. ഒരു ഡോട്ട് ഇട്ട് ഫൗണ്ടൻ എക്സ്പെരിമെന്റ്. ഇവിടെ ഈ ഫൗണ്ടൻ എക്സ്പെരിമെന്റിനകത്ത് എന്താണെന്ന് അറിയാമോ? ഞാൻ ആ പടം ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. പടം ഒന്നും വരയ്ക്കണ്ട, പടം വരയ്ക്കാനൊന്നും ചോദിക്കാറില്ല സാധാരണ, പക്ഷെ ഞാനത് വരച്ച് കാണിക്കാണ്. ഞാൻ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്തിട്ട്, ഒരു ഡ്രൈ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്തിട്ട് ഇൻവേർട്ട് ചെയ്തിട്ട്
അതൊരു സ്റ്റാൻഡിലോട്ട് ഘടിപ്പിച്ചിരിക്കുക. ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്തു, അത് ഇൻവേർട്ട് ചെയ്തിട്ട് ഞാനൊരു സ്റ്റാൻഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതൊരു സ്റ്റാൻഡാണ്, ആ സ്റ്റാൻഡിലോട്ട് ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കോർക്ക് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ റബ്ബർ കോർക്കോ അല്ലെങ്കിൽ വുഡൻ കോർക്കോ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൽ 2 ഹോൾ ഇട്ടിരിക്കുകയാണ്. ആ ഇതിൽ 2 ഹോൾ ഇടുന്നു. എന്നിട്ട് ഒരു ഹോളിനകത്തൂടെ നമ്മളൊരു ജെറ്റ് ട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം പാസ് ചെയ്യുന്നു. ജെറ്റ് ട്യൂബ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ട്യൂബ് പോലൊരു സാധനം. ഒരു ജെറ്റ് ട്യൂബ് പോലെയുള്ള സാധനം, ജെറ്റ് ട്യൂബ് എന്നാണ് അതിന് പറയുന്നത്. ജെറ്റ് ട്യൂബ് പാസ് ചെയ്യുന്നു. ഇത് വരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിന്റെ മറ്റേ അറ്റം ഞാനൊരു ബീക്കറിനകത്ത് ഒരു സൊല്യൂഷൻ എടുക്കുക. ആ സൊല്യൂഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഞാൻ മുക്കി വെച്ചിരിക്കുകയാണ്. ഇത് ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ ആണ്. ഓക്കെ, എന്നിട്ട് മറ്റേ ഗ്യാപ്പിനകത്തൂടെ ഞാനൊരു ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ മറ്റേ ഈ പണ്ടൊക്കെ മറ്റേ ഇങ്ക് പെന്നിനകത്ത് മഷി നിറയ്ക്കുന്ന ഒരു സാധനമില്ലേ, അങ്ങനെ ഒരു ഡ്രോപ്പർ ഞാൻ പാസ് ചെയ്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? അപ്പൊ ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അപ്പൊ ഞാൻ ഇവിടെ ഈ സ്റ്റോപ്പർ പ്രസ് ചെയ്യുവാണ്. ഇവിടെ സ്റ്റോപ്പർ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയോ? ബ്ലൂ ലിറ്റ്മസ്, ഇത് സ്ട്രോ പോലെ ഒരു സാധനമാണ്, അതായത് മുടിനാര് പോലത്തെ ഗ്യാപ്പ് അതിനകത്ത് കാണത്തുള്ളൂ കേട്ടോ. അതിനകത്തൂടെ ഈ ബ്ലൂ ലിറ്റ്മസ് മുകളിലോട്ട് പോവുകയും അത് എന്തായിട്ട് മാറും? ഇവിടുന്ന് ഇങ്ങനെ തെറിക്കുകയും ചെയ്യും. നമുക്കറിയാം, നമ്മൾ ഇതിനകത്ത് ഡ്രൈ HCl ഗ്യാസ് എടുത്ത് വെച്ചിരിക്കുകയാണ്, അതായത് HCl ഗ്യാസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഡ്രോപ്പർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തെ പ്രഷർ, അതായത് ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്തെ പ്രഷറിന് വേരിയേഷൻ ഉണ്ടാവുകയും ഇവിടെ നിന്ന് ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ സക്ക് ചെയ്ത് നമ്മൾ സ്ട്രോ എടുത്ത് വലിച്ചകത്തോട്ട് കയറ്റുന്ന പോലെ ഇത് സക്ക് ചെയ്ത് അകത്തോട്ട് വലിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ ഇവിടെ വരുന്ന ഇതിനകത്ത് ഫുള്ള് HCl അല്ലേ. HCl എന്താ നമുക്കറിയാം എന്താണ്, ഒരു അസിഡിക് സ്വഭാവമുള്ള ഒരു ഗ്യാസ് ആണ്. അപ്പം ഈ ബ്ലൂ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു റെഡ് ഫൗണ്ടൻ ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും എന്നുള്ള കാര്യം നമുക്കറിയാം, ആസിഡ് ഇല്ലേ. ഒരു റെഡ് ഫൗണ്ടൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ റെഡ് ഫൗണ്ടനെ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ഇതിനകത്തുള്ള HCl ഗ്യാസ് എന്ത് ചെയ്യുമെന്നറിയോ? അബ്സോർബ് ചെയ്യും, ഫുള്ള് ഡിസോൾവ് ചെയ്യും, സോല്യൂബിൾ ആക്കും. അപ്പൊ വീണ്ടും പ്രഷർ വേരിയേഷൻ ഉണ്ടാവും, വീണ്ടും ഇവിടുന്ന് വലിച്ചു കയറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് സംഭവം എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ടർ ഗോസ് in the flask from the dropper, the HCl present in the gas in the flask dissolved due to high solubility, thereby lowering the pressure inside. The outside pressure being higher pushes the blue litmus inside through the jet tube. The blue litmus turns red due to acidic nature of hydrogen chloride gas. ഇതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ഇത് ഡ്രോപ്പർ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു വെള്ളം എന്താണ്, ഇതിനകത്ത് ഡ്രോപ്പർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ വെള്ളമുണ്ട്. അപ്പം ആ വെള്ളം അങ്ങോട്ട് തെറിക്കുകയും ആ വെള്ളത്തിനെ HCl അബ്സോർബ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പം ഓൾറെഡി അവിടെ കുറച്ച് HCl ഗ്യാസ് ഉള്ളതുകൊണ്ട് അതിന് ഈ വെള്ളം കൂടെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലെ പ്രഷർ വേരിയേഷൻ ഡിഫറൻസ് ഉണ്ടാകുന്നു. അങ്ങനെ ഈ അകത്തെ പ്രഷർ കുറവും വെളിയിലത്തെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഇത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? വലിച്ചു കയറ്റുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, അത് ഫൗണ്ടനായിട്ട് വരുന്നു, വീണ്ടും അത് അബ്സോർബ് ചെയ്യുന്നു, വീണ്ടും പ്രഷർ കുറയുന്നു, വീണ്ടും വലിച്ചു കയറ്റുന്നു. ഇങ്ങനെ അത് തീരുന്നിടം വരെ എന്താണ് നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അവിടുത്തെ ഫൗണ്ടൻ എക്സ്പെരിമെന്റ്. അപ്പൊ അതിനകത്തെ ഞാൻ പടമൊക്കെ വരച്ച് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എഴുതാനുള്ള കാര്യം നമുക്കൊന്ന് എഴുതാം, നോക്കിക്കോളൂ. as water goes in the flask from the dropper. ഡ്രോപ്പറിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അത് തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രം ദ ഡ്രോപ്പർ
HCl ഗ്യാസ് അതിന്റെ ഉള്ളിലുണ്ട്. HCl ഗ്യാസ് പ്രസന്റ് in the flask dissolves due to its high solubility thereby lowering the pressure inside ബാക്കിയായിട്ട് the outside pressure being higher pushes the blue litmus solution inside through jet tube. The blue litmus turns red due to the acidic nature of hydrogen chloride gas. Hydrogen chloride gas. ഇനി നമുക്ക് ഇതിന്റെ പ്യൂർലി ഇതിന്റെ കെമിക്കൽ റിയാക്ഷനിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് of HCl gas. ഒന്ന് എന്ന് പറയുന്നത് കമ്പസ്റ്റബിലിറ്റി ആണ്. അതായത് കമ്പസ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അത് കത്തുമോ അല്ലെങ്കിൽ കത്താൻ സഹായിക്കുമോ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. The gas is neither combustible nor a supporter of combustion. It does not burn. Rather it extinguishes a burning splint. അത് കത്തിക്കൊണ്ടിരിക്കുന്നതിനെ കെടുത്തുമെന്ന് മനസ്സിലായോ? അത് കമ്പഷനെ സപ്പോർട്ട് ചെയ്യത്തില്ല, അത് കത്തത്തുമില്ല, കത്താൻ സമ്മതിക്കത്തുമില്ല, അത് സ്വന്തമായിട്ട് കത്തത്തുമില്ല എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തേത് തെർമൽ ഡിസോസിയേഷൻ. അതായത് HCl എടുത്തിട്ട് അതിനെ എബവ് 500 ഡിഗ്രി ഗ്രേറ്റർ ദാൻ 500 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ക്ലോറിനുമായിട്ട് മാറും. ഓക്കെ ആണല്ലോ? HCl എടുത്തിട്ട് 500 ഡിഗ്രി സെൽഷ്യസിൽ മുകളിൽ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് H2ഉം Cl2 ആയിട്ട് മാറും എന്നുള്ളതാണ് രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി. മൂന്നാമത്തേത് വിത്ത് മെറ്റൽ റിയാക്ഷൻ വിത്ത് മെറ്റൽ. അതായത് HCl മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ സോൾട്ടും ഹൈഡ്രജനും ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് ടു പ്രൊഡ്യൂസ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പം നമുക്ക് ആ ആസിഡ് ബേസിനകത്തൊക്കെ പഠിച്ച അതേ റിയാക്ഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു സോഡിയം എടുക്കുന്നു, എന്നിട്ടത് HCl-ഉമായിട്ട് ട്രീറ്റ് ചെയ്യണം. പിള്ളേർ വരും.
ഞാൻ കഴിച്ചോളൂ. Na പ്ലസ് HCl ഗീവ്സ് എന്താ? NaCl പ്ലസ് എത്രയാ? H2 ആണ്. അതേപോലെ ഏതെടുത്താലും ഇപ്പൊ Ca പ്ലസ് HCl എടുത്താലും CaCl2 പ്ലസ് H2 തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് Zn പ്ലസ് HCl ഗീവ്സ് എന്താ? ZnCl2 പ്ലസ് എത്രയാ? H2. കണ്ടോ, ഇങ്ങനെയായിരിക്കും അത് വരുന്നുണ്ടാവുക. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് HCl-ൻ്റെ, അത് റിയാക്ഷൻ വിത്ത് അമോണിയ. നാലാമത്തേത് റിയാക്ഷൻ വിത്ത് അമോണിയ. റിയാക്ഷൻ വിത്ത് അമോണിയ. അമോണിയമായിട്ട് NH3യുമായിട്ട് HCl റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടും ഗേഷ്യസ് ഫോമിലാണ്, റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന NH4Cl എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും. അതായത് ഇത് രണ്ട് ഗ്യാസ് കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഇത് സോളിഡ് ആണ് കേട്ടോ. ഇതൊരു സോൾട്ട് ആണ് ഉണ്ടാകുന്നത്, സോളിഡ് ആണ്. ക്ലിയർ ആണോ? ഇത്ര ഓക്കെ ആണോ? അഭിനവ് ഓക്കെ ആണോ? മിഷേൽ ഓക്കെ ആണോ? ദിവ്യ ഓക്കെ ആണോ? ആരോണോ ഓക്കെ ആണോ? അഭിനവ് ഓക്കെ സർ. ഓക്കെ. അപ്പൊ നമ്മുടെ ഹൈഡ്രോജൻ ക്ലോറൈഡ് ഗ്യാസിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പറ്റി പറയാൻ പോവാം. ഒന്നുമില്ല, HCl ഗ്യാസിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ HCl ആസിഡായി, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മാറി. അപ്പൊ നമ്മൾ അങ്ങനെ നമുക്ക് നോക്കാം, നോക്കിക്കോളൂ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹെഡിങ് എഴുതുക, ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്നിട്ട് എഴുതുക when hydrogen chloride gas is dissolved in water, hydrochloric acid is formed. Hydrochloric acid is formed. അതെന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമുക്കറിയാം HCl എന്ന് പറഞ്ഞാൽ ഒരു കോവാലന്റ് കോമ്പൗണ്ട്. അപ്പൊ അതിന്റെ കോവാലന്റ് കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? വെള്ളത്തിനകത്ത് അയോണൈസ് ചെയ്യും. കാരണം ഈ കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ അതിനൊരു സ്ലൈറ്റ് പോളാർ നേച്ചർ ഉണ്ട്. നമ്മൾ പറയുന്ന HCl-ന് സ്ലൈറ്റ് പോസിറ്റീവും സ്ലൈറ്റ് നെഗറ്റീവും ഉണ്ട്. പ്യുവർലി അയണിക് അല്ല, എന്നാലും കോവാലന്റ് ബോണ്ട് ഉള്ള ചില ആൾക്കാർ അയണിക് പാർഷ്യലി എന്താണ് ചാർജുകൾ അവർക്കുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി 2-3 കാര്യങ്ങൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഡ്രൈ HCl ഗ്യാസ് ആൻഡ് ലിക്വിഫൈഡ് ഹൈഡ്രോജൻ ക്ലോറൈഡ് do not produce H plus ions. Hence they do not turn blue litmus red. അതായത് HCl ആസിഡ് മാത്രമേ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആകത്തുള്ളൂ. അതായത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത ആള് ഡ്രൈ HCl ഗ്യാസും അതുപോലെ തന്നെ ലിക്വിഫൈഡ് ആയിട്ടുള്ള HCl
ഹൈഡ്രജൻ ക്ലോറൈഡും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, H+ അയൺസ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ബാക്കി ഷോയിങ് നോൺ അസിഡിക് ക്യാരക്ടർ of the dry gas. Yes, sir. ഏതായിരുന്നു മോനെ, പറഞ്ഞോ? എഴുതിയല്ലോ സാർ? എഴുതി, പക്ഷേ കേട്ടില്ല സാറേ. ഒരു സംശയമുണ്ട്. പറഞ്ഞോ. ഇത് ഡ്രൈ ഗ്യാസിന്റെ ഒരു എന്ന് വെച്ചാൽ HCl-ന്റെ ഒരു ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴത്തെ പ്രോപ്പർട്ടി ആണ്. അല്ല, മോയിസ്റ്റ് അല്ല. HCl ഗ്യാസ് ഡ്രൈ HCl ഗ്യാസ് ഉണ്ട്, മോയിസ്റ്റ് HCl ഗ്യാസും ഉണ്ട്. വെള്ളം വാട്ടർ വേപ്പർ ചേർന്ന HCl ഗ്യാസ് എന്ന് പറയുന്നത് മോയിസ്റ്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഫൗണ്ടൻ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് നമ്മൾ വാട്ടർ അങ്ങോട്ട് ഡ്രോപ്പറിൽ നിന്ന് വാട്ടർ അങ്ങോട്ട് ഒഴിച്ചപ്പോൾ കുറച്ച് വാട്ടറിനെ HCl ഗ്യാസ് ഡിസോൾവ് ആയപ്പോൾ അത് മോയിസ്റ്റ് HCl ഗ്യാസ് ആയി. അതുകൊണ്ടാണ് താഴെ നിന്ന് ലിറ്റ്മസ് സൊല്യൂഷൻ മുകളിലോട്ട് പോകുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് ഉണ്ടായത്. ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് H+ അയൺസ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കത്തില്ല. നമ്മൾ അതിനുവേണ്ടിയാണ് മറ്റേ ഡ്രോപ്പർ അങ്ങോട്ട് വെച്ചിട്ട് വെള്ളം ആദ്യം കുറച്ച് അങ്ങോട്ടേക്ക് തളിച്ചത്. ഓക്കെ സർ. അപ്പൊ കോമൺലി കാണുന്നത് മോയിസ്റ്റ് ആണോ? അല്ല മോനെ, അത് മോയിസ്റ്റ് ആണോ ഡ്രൈ ആണോ എന്നുള്ള കാര്യം നമുക്ക് അതിന്റെ ഇതനുസരിച്ചല്ലേ, എക്സ്പെരിമെന്റ് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ ബാക്കി എഴുതിക്കോ. അതേപോലെ തന്നെ ഡ്രൈ HCl ഗ്യാസ് ആൻഡ് ലിക്വിഫൈഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് does not conduct electricity. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, അതായത് അവിടെ H+ അയോൺസ് ഉണ്ടാകത്തില്ല. അയോൺസ് ഉണ്ടായാലേ എന്ത് സംഭവിക്കത്തുള്ളൂ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഡ്രൈന്റെയും ലിക്വിഫൈഡിന്റെയും കേസിൽ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞത്. അയോൺസ് ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ അവിടെ അവിടെ ഫ്രീ അയോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവില്ല എന്ന അർത്ഥം. മനസ്സിലായോ? ബാക്കിയായിട്ട് വേണം എഴുതാം. ഇറ്റ് ഷോസ് the covalent nature of HCl. അതേപോലെ തന്നെ അടുത്ത ഒരു സ്പെസിഫിക്കേഷൻ ഇതാണ്. അതായത് ദ ഗ്യാസ് ഈസ് soluble in toluene എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിക് സോൾവെന്റ് ആണ്. But in that case it neither turns blue litmus red nor conduct electricity. അതായത് ഇത് ടൊലുവിനകത്ത് സോലുബിൾ ആണ്, എന്നാലും അത് അതിന്റെ അയോൺസ് ആയിട്ട് മാറുന്നില്ല.
സോലുബിൾ ആവുന്നേ ഉള്ളൂ, അയോൺസ് ആയിട്ട് മാറാത്തതുകൊണ്ട് തന്നെ അവിടെ ബ്ലൂ ലിറ്റ്മസിനെ അവിടെയും റെഡ് ആക്കത്തില്ല, കറണ്ടും കണ്ടക്ട് ചെയ്യത്തില്ല. ഈവൻ അതിനകത്ത് സോലുബിൾ ആയാലും, ടൊളുവിനകത്ത് സോലുബിൾ ആയാലും. This indicates the absence of H3O plus ions, അതായത് H plus ions in toluene showing thereby that hydrogen chloride is a covalent compound, that HCl is a covalent compound. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ടെക്സ്റ്റിനകത്ത് കിടക്കുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളേ. അടുത്തത് ഹെഡിങ് എഴുതിക്കോ, ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് HCl acid, hydrochloric acid. Lab preparation of hydrochloric acid. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ the aqueous solution of HCl gas is known as hydrochloric acid. Hydrochloric acid. ഓക്കെ, ഇതിന്റെ ആ ഒരു എങ്ങനെയാണ് HCl ആസിഡിനെ നമ്മൾ HCl ഗ്യാസിനെ HCl ആസിഡ് ആക്കുന്നത് എന്നുള്ളത് ഒരു പ്രൊസീജിയർ ആയിട്ട് പറഞ്ഞുതരാം. അത് ഒരു ഇൻവേർട്ടഡ് ഫണൽ എടുക്കുന്നുണ്ട്. അത് പടം ഒന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിനകത്തുണ്ട്, നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മളൊരു ഫണൽ ഒരു ബീക്കർ എടുക്കുന്നു, ആ ബീക്കറിനകത്ത് വെള്ളം നിറയ്ക്കുന്നു. എന്നിട്ട് ഒരു ഫണൽ എടുത്തിട്ട് ഇൻവേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന്റെ സർഫസിൽ ടച്ച് ചെയ്യുന്ന പോലെ ആ ഫണൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഫണലിന്റെ അങ്ങേ അറ്റത്തൂടെ HCl ഗ്യാസിനെ കയറ്റി വിടാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ, ഇതുവഴി HCl ഗ്യാസ് കടത്തി വിടുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ HCl ഗ്യാസ് ഇവിടം വരെ വരുമ്പോൾ നമുക്കറിയാം ഈ വാട്ടറിന് ഈ HCl ഗ്യാസുമായിട്ട് ഭയങ്കര അഫിനിറ്റി ഉണ്ട്. അപ്പൊ ഈ വാട്ടർ മുകളിലോട്ട് എന്ത് ചെയ്യും, ബാക്ക് സക്ഷൻ എന്ന് പറയും. ഇങ്ങനെ നമ്മൾ സ്ട്രോ ഇട്ട് വലിച്ചെടുക്കുന്ന പോലെ ഈ HCl ഗ്യാസ് അതിനെ വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ, കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് കയറും. അപ്പം ഇവിടുത്തെ വെള്ളം എന്ത് ചെയ്യും, ഇവിടുത്തെ വാട്ടർ ലെവൽ താഴോട്ട് വരും. ശരിയല്ലേ? കുറച്ച് വെള്ളം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വെള്ളം കുറയത്തില്ലേ? അപ്പം അത്രയും ഈ ഫണലിൽ കയറിയ അത്രയും വെള്ളം എന്ത് ചെയ്യുന്നറിയാമോ, ഈ HCl-ഉമായിട്ട് മിക്സ് ആയിട്ട് അത് HCl ആസിഡ് ആയിട്ട് മാറും. വീണ്ടും എന്ത് സംഭവിക്കുന്നു, കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ആ മിക്സ് ആയിട്ടുള്ള ആ HCl ആസിഡ് എന്ത് ചെയ്യും, വീണ്ടും തിരിച്ചു വീഴുന്നു. വീണ്ടും എന്താ, HCl ഗ്യാസ് കടത്തി വിടുന്നു. വീണ്ടും ആ ടിപ്പേ വന്ന്, അതായത് ആ ഫണലിന്റെ മൗത്തേ വന്ന് മുട്ടി നിൽക്കുകയാണ്. അപ്പൊ ബാക്ക് സെക്ഷൻ കൊണ്ട് HCl ഗ്യാസ് വാട്ടർ HCl ഗ്യാസിനകത്ത് ഹൈലി സോലുബിൾ ആയതുകൊണ്ട്, HCl ഗ്യാസ് വാട്ടറിനകത്ത് ഹൈലി സോലുബിൾ ആയതുകൊണ്ട് വീണ്ടും ഈ വാട്ടറിനെ വലിച്ച് ഈ ഫണലിനകത്ത് കയറ്റുന്നു. വീണ്ടും അത്രയും HCl ഗ്യാസ് ആ വാട്ടറുമായിട്ട് മിക്സ് ആവുന്നു. വീണ്ടും താഴെ വീഴുന്നു. വീണ്ടും വാട്ടർ ലെവല് അതിന്റെ ടിപ്പി വന്ന് മുട്ടുന്നു. വീണ്ടും കുറച്ച് സക്ക് ചെയ്ത് കയറ്റുന്നു. വീണ്ടും അത് മിക്സ് ആവുന്നു, വാട്ടർ ലെവൽ കുറയുന്നു. വീണ്ടും എന്താണ്, ഇതിനകത്ത് മിക്സ് ആയ സാധനം താഴോട്ട് വീഴുന്നു.
അങ്ങനെ ഇത് കംപ്ലീറ്റ്, അതായത് ഇതിനകത്ത് കിടക്കുന്ന കംപ്ലീറ്റ് വെള്ളവും HCl ആസിഡ് ആകുന്നത് വരെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഏതിന്റെയാ? ആദ്യത്തെ, അതായത് ലാബ് പ്രിപ്പറേഷൻ ആദ്യത്തെ ഒരു മെത്തേഡ് ഇങ്ങനെയായിരിക്കും. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എന്താ സംഭവിച്ചെന്നുള്ളത്? ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. സാർ ഈ HCl എന്താ പോവാത്തത്? HCl അല്ല, വാട്ടറിനെ HCl വലിച്ചെടുക്കുവല്ലേ? സോ ഓപ്പോസിറ്റ് എന്താ നടക്കാത്തത്? ഈ വാട്ടറിനെ HCl വലിച്ചെടുക്കുക അങ്ങനല്ല കുഞ്ഞെ. അതായത് ഇപ്പം ഇത്രയാണ് വെള്ളത്തിന്റെ ലെവൽ. നോക്കിയോ, പറഞ്ഞുതരാം. ഇതാണ് വെള്ളത്തിന്റെ ലെവൽ. ഞാൻ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇതേ തൊടുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്തൂടെ HCl ഗ്യാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ വരുന്ന HCl ഗ്യാസ് എന്ത് ചെയ്യും? Dissolves in water because of the high. ഡിസോൾവ് ചെയ്യും. ആ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ബാക്ക് സെക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് കുറച്ച് കയറും, ആ പടലിനകത്തോട്ട് കയറും. അപ്പം കുറച്ച് നന്നായിട്ട് അതുമായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങും. മിക്സ് ചെയ്തിട്ട് വീണ്ടും അപ്പം ആ വെള്ളം ഇതിനകത്തുനിന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് ബീക്കറിനകത്തെ വെള്ളത്തിന്റെ ലെവൽ താഴെ പോകും. ശരിയല്ലേ? ആ താഴെ പോകുന്ന ആ ഇൻസ്റ്റന്റിൽ തന്നെ എന്ത് ചെയ്യും? ആ പണലിനകത്ത് കയറിയ വെള്ളം വീണ്ടും താഴെ വീഴും, വീണ്ടും ലെവൽ കറക്റ്റ് ആവും. വീണ്ടും HCl വന്നുകൊണ്ടിരിക്കുക, വീണ്ടും ആ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നടന്ന് ഇതിനകത്തുള്ള വാട്ടർ എല്ലാം HCl ആസിഡ് ആവുന്ന വരെ അത് നടക്കും. മനസ്സിലായോ? HCl ആസിഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ബാക്ക് സെക്ഷൻ ഇല്ല. മനസ്സിലായോ? ഓക്കെ, അതിന്റെ ആ പ്രൊസീജിയർ ഒന്ന് ജസ്റ്റ് വേണം എഴുതിയ. പ്രൊസീജിയർ ഒന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങ് എഴുതുന്നതേ ഉള്ളൂ. പ്രൊസീജിയർ നോക്കിയോ, അതിന്റെ പ്രൊസീജിയർ. An inverted funnel connected to the hydrogen chloride gas supply. Hydrogen chloride gas supply is placed in the beaker containing beaker in such a way that it just touches the water taken in a beaker, taken in a trough, taken in the trough. Since HCl gas is highly soluble in water, the water rise up in the funnel. That is, back suction occurs, which in turns so level outside the funnel falls, creating air gap between the rim of the funnel and the surface of water. When the pressure outside and inside
becomes equal, the water which had risen in the funnel falls down, and the process continues. ഓക്കെ, ഈ ഫണൽ അറേഞ്ച്മെന്റ് എന്തിനാ കൊടുത്തേന്നുള്ളത് എന്നുള്ളതിന്റെ ഒരു റീസൺ, അതായത് അതൊരു ഹെഡിങ് പോലെ എഴുതിക്കോ. മെക്കാനിസം ബൈ വിച്ച് ബാക്ക് സെക്ഷൻ can back section is avoided or minimized. And ഒന്നാമത്തേത് the funnel arrangement prevents or minimize back section of water. രണ്ട്, the funnel arrangement provides large surface area for absorption of HCl gas. അതായത് ഒത്തിരി ബാക്ക് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ വരുന്ന ഡെലിവറി ട്യൂബിനകത്തല്ല ഈ വെള്ളം പോയി കയറും, മനസ്സിലായോ, തിരിച്ച് കയറും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാ, മനസ്സിലായോ. അപ്പൊ നമുക്കപ്പം കുറച്ച് വെള്ളത്തിനെ എന്തായിട്ട് മാറ്റണം, HCl ആസിഡ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരുമിച്ച് അത് പറ്റത്തില്ല, മനസ്സിലായോ. നമുക്കറിയാം ആസിഡും വെള്ളവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എക്സോതെർമിക് റിയാക്ഷൻ നടന്നിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഡിസൊല്യൂഷൻ നടക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ആണ് നമ്മൾ ഫണൽ അറേഞ്ച്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്നുള്ള ബാക്ക് സെക്ഷനെ ആ ഫണൽ അറേഞ്ച്മെന്റ് തടയും. പിന്നെ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് അത്രയും കൂടുതൽ വാട്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് HCl ഗ്യാസിനകത്ത് ഡിസോൾവ് ചെയ്ത് HCl ആസിഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. ഇനിയും ഒരു ഇതും കൂടെ എഴുതിക്കോ. വൈ ഫണൽ അറേഞ്ച്മെന്റ് ഈസ് യൂസ്ഡ്.
ഫണൽ അറേഞ്ച്മെന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? വേറെ ഏതെങ്കിലും സെറ്റപ്പ് പോരായിരുന്നോ? നമുക്ക് വേണമെങ്കിൽ അതിനറ്റത്ത് ഫണൽ കൊടുക്കാതെ ജസ്റ്റ് ഒരു ട്യൂബ് വെച്ചിട്ട് ഇത് തന്നെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇപ്പം ഇങ്ങനെ ഫണൽ അറേഞ്ച്മെന്റ് ഈ ട്യൂബിൽ കണക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ട്യൂബ് തന്നെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, അതിന്റെ മുകളിലോട്ട് പിടിക്കാം. അപ്പൊ അത് എന്തുകൊണ്ട് ഫണൽ അറേഞ്ച്മെന്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എഴുതിക്കോ. HCl gas is sufficiently soluble, so it is absorbed in water more quickly than it is being generated in the flask. In this case, the pressure in the delivery tube and flask is reduced. And the atmospheric pressure from outside forces the water back up into the delivery tube. This effect is called back suction. നമ്മൾ ഇത് ഓർഡിനറി, അതായത് ഇത്രയും വലിയ ഫ്ലാസ്ക് അല്ല, നമ്മൾ ഇതിന് പകരം ഒരു ഓർഡിനറി ട്യൂബാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? പെട്ടെന്ന് ഇത് വെള്ളം വലിച്ചെടുത്തിട്ട് ഇത് മറ്റേ ആ HCl ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്ന ആ ഫ്ലാസ്കിനകത്തോട്ട് പോകും. മനസ്സിലായോ? അവിടെ എക്സ്പ്ലോഷൻ നടക്കും. ശരിയല്ല? കാരണം പെട്ടെന്ന് ആസിഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആസിഡും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എക്സോതെർമിക് റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്ന സമയത്ത് ആസിഡിനെ വാട്ടറിലോട്ടാണ് ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായി? തിരിച്ചു വന്നു കഴിഞ്ഞാൽ വെള്ളം ആസിഡിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സോതെർമിക് റിയാക്ഷൻ നടന്നിട്ട് അത് എക്സ്പ്ലോഷൻ ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതും കൂടെ വേണം നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം ഇവിടെ. അതും കൂടെ വേണം നമുക്ക് മെൻഷൻ ചെയ്യാം. നോക്കിക്കോളൂ. if the tube made of ordinary narrow glass tube the water will quickly fill it and pass over to the generating flask. അതായത് ആ HCl ഗ്യാസ് ഉണ്ടാക്കുന്ന ആ ഫ്ലാസ്ക്, ജനറേറ്റിംഗ് ഫ്ലാസ്ക്. This back section might result in explosion. Might result in explosion due to
due to the heat produced due to the heat produced. Ready എടുത്തോ. നമുക്ക് അങ്ങനെ ഒരു എന്താണ് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഒരു കേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ആന്റി സക്ഷൻ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ പ്രിവെന്റ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആന്റി സക്ഷൻ ഡിവൈസ് നമ്മൾ എവിടെ വെക്കും? നമ്മൾ ഈ ഫ്ലാസ്കിന്റെയും ഈ ട്രഫിന്റെയും ഇടയിൽ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ നമ്മുടെ ആ എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ കാരണക്കാരാകുന്ന പ്രശ്നത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതിന്റെ താഴോട്ട് ഒരു കാര്യം കൂടെ എഴുതിക്കും. A dilute aqueous solution of HCl acid gets gradually concentrated on distillation. അതിനെ ചൂടാക്കുക, ഇങ്ങനെ ഡിസ്റ്റിൽ ചെയ്യുക, distillation till the concentration of acid reaches 22.2% HCl by weight. And 77.8% water by weight which boils at 110 degree Celsius. ഇനി ഇത്ര, അതായത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അവിടെ കിട്ടിയ HCl ആസിഡ് നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ആ ഫണൽ അറേഞ്ച്മെന്റ് വെച്ചിട്ട് നമുക്ക് ആ ബീക്കറിനകത്തുള്ള ഫുള്ള് വെള്ളവും ആസിഡായിട്ട് മാറുകയും ആ ആസിഡ് ഡൈല്യൂട്ട് ആണ്. ആ ഡൈല്യൂട്ടിനെ പെതുക്കെ നമ്മൾ ഡിസ്റ്റിൽ ചെയ്യും, ചൂടാക്കിയിട്ട് അതിനെ കോൺസെൻട്രേറ്റഡ് ആക്കി മാറ്റും. എപ്പോൾ വരെയാണെന്നറിയാമോ? അതിനകത്ത് HCl വെയിറ്റ് 22.2%, അതിനകത്ത് വാട്ടറിന്റെ വെയിറ്റ് 77.8% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയം വരെ അതിനെ ചൂടാവും. അപ്പൊ അത് 110 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അർത്ഥം. ഇനിയും ഫർദർ, അതായത് 110 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആവും. ഫർദർ ചൂടാക്കി എന്ന് പറഞ്ഞതിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നില്ല, അതായത് കൂടത്തില്ല എന്നുള്ളതാണ്. അതായത് നോ ഫർദർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഈസ് പോസിബിൾ ഓൺ ബോയിലിംഗ് ആസ് ദ മോളിക്യൂൾ ഓഫ് HCl ഗെറ്റ് മിക്സ്ഡ് വിത്ത് വാട്ടർ വേപ്പർ. അതായത് അതൊന്നും, അപ്പം അത് ഒന്നും വേണ്ടതെങ്കിൽ ഇത്രയും കൂടെ പഠിച്ചാൽ മതി. ഒരു കാര്യം കൂടെ പഠിപ്പിച്ചിട്ട് എന്താ ക്ലാസ് വൈൻഡപ്പ് ചെയ്തേക്കാം. നോക്കിയോ, ഇതും കൂടെ എഴുതിക്കോ. എ കോൺസ്റ്റന്റ് boiling mixture or azeotrope is a solution which boils without
any change in its composition. HCl forms azeotrope at 110 degree Celsius. അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ HCl-നകത്ത് നമ്മൾ വാട്ടർ മിക്സ് ചെയ്തിട്ട് ഇപ്പം വാട്ടറിനകത്ത് മിക്സ് ചെയ്തിട്ടാണല്ലോ HCl ഗ്യാസിനെ വാട്ടറിനകത്ത് മിക്സ് ചെയ്തിട്ടാണല്ലോ HCl ആസിഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഡൈല്യൂട്ട് ആയിരിക്കും. അതിനെ നമ്മൾ എന്തായെന്നറിയോ, നമ്മളിപ്പം അതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആക്കിയിട്ട് നമ്മളതിനെ ചൂടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത് HCl-നാണ്. അപ്പൊ HCl പെട്ടെന്ന് ആവിയായി പോവും, വാട്ടർ അതിനകത്ത് കിടക്കും. നേരെ മറിച്ച് ഇവരൊരു പർട്ടിക്കുലർ കോമ്പിനേഷനിൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, 77.8% വാട്ടറും 22.2% HCl-ഉം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുമിച്ച് ആവിയായി പോകത്തുള്ളൂ. മനസ്സിലായി? അല്ലാതെ അതിനകത്ത് കിടക്കുന്ന, അതായത് ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് സാധാരണഗതിയിൽ പെട്ടെന്ന് ആവിയായി പോകുന്നത്. അപ്പം ഇതൊരു പർട്ടിക്കുലർ മിക്സിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, രണ്ടും ഒരുമിച്ച് എന്ത് ചെയ്യത്തുള്ളൂ, ആവിയാകത്തുള്ളൂ. അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെ മിക്സ്ചറിനെയാണ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ബൈഹാർട്ട് ചെയ്താൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ എക്സ്പെരിമെന്റ്, മറ്റേ ബാക്ക് സെക്ഷന്റെ ജസ്റ്റ് എക്സ്പെരിമെന്റ്, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ബാക്ക് സെക്ഷൻ എന്താണ് ഫണൽ അറേഞ്ച്മെന്റ് യൂസ് ചെയ്യുന്നത് അത് പഠിക്കണം. പിന്നെ ഈ അസിയോട്രോപ്പും പഠിച്ചാൽ മതി, വേറെ കൂടുതലൊന്നും അതിനകത്ത് പഠിക്കേണ്ട. ഇനി നമുക്ക് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും കൂടെ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ് ഒരു ക്ലാസ് വേണ്ടി വരത്തില്ല, അരമണിക്കൂർ മതിയായിരിക്കും. അടുത്ത അരമണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നാ പിന്നെ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നിർത്താമേ. Thank you, sir. ഇവന് ഇടി മേടിക്കുന്നേ. എക്സാം ആണോടാ നിങ്ങക്ക്? എന്നാ നാളെ? സാർ, ഇപ്പം പ്രൊപ്പൈനകത്ത് 2 ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു, മീൻസ് OH-ഉം OH രണ്ടെണ്ണം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. നെയിമിംഗ് തീരത്തില്ല, നെയിമിംഗ് ഒത്തിരി കൺസെപ്റ്റ് ഉണ്ട്. പ്രൈമറി സഫിക്സ് ഇതും. അപ്പം ഇതിനകത്ത് വരുന്ന എന്താ,
കുഞ്ഞുങ്ങളെല്ലാവരും ഗുഡ് ഈവനിങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോമൻക്ലേച്ചർ ആണെന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കേട്ടോ, നോമൻക്ലേച്ചർ എവിടെ വരെ നമ്മൾ പഠിച്ചാൽ അതില്ല പോയി. ജിയോമെട്രിക്കൽ അടുത്ത ചാപ്റ്ററിനകത്ത് സ്റ്റീരിയോ അടുത്ത വർഷം പഠിക്കുക. അപ്പം അടുത്ത ഹെഡിങ് എഴുതിക്കോ, നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ